ഹായ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയറൊക്കെ അല്ലേ. അപ്പം നമുക്കിന്നൊരു മധുരമായാലോ. അതിന് നമുക്ക് ശർക്കര കൊണ്ട് ഞാൻ ഇന്നൊരു വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു നല്ല അടിപൊളി വട്ടയപ്പമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ന്യൂ ഇയറൊക്കെ ആയിട്ട് ഇച്ചിരി മധുരമൊക്കെ ആകാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നല്ല സോഫ്റ്റ് ശർക്കര കൊണ്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ശർക്കര വട്ടയപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ ന്യൂ ഇയറൊക്കെ അല്ലേ, അപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്കൊരു ശർക്കര വട്ടയപ്പം ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഗ്ലാസ്സിന് കുതിർത്തെടുത്തപ്പോൾ ഇത്രയും ഒരു ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരു വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാവേ. പിന്നെ നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, നമ്മൾ ഒരു വട്ടയപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സ്പൂണ് ചോറ്, നല്ല തണുത്ത ചോറായിരിക്കണം. 2 സ്പൂണ് ചോറ്, ഇനി ഒരു 1/4 സ്പൂണ് ജീരകവും ഒരു 2 ഏലക്കയുടെ കുരുവും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനിയിപ്പോൾ കുരുവില്ല പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ 2 ഏലക്കയുടെ കുരു അതിനകത്തേക്ക് ഇട്ട് കൊടുത്തേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സ്പൂണ് തേങ്ങ, നമ്മുടെ പച്ചത്തേങ്ങ ചേർക്കുന്നുണ്ട്. ഒത്തിരി ഉണങ്ങിപ്പോയ തേങ്ങ ചേർക്കരുത്, പച്ചത്തേങ്ങ ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/4 സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളൊരു 50 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ ശർക്കര വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ കൂട്ടി, നമ്മുടെ വട്ടയപ്പത്തിന് അരയ്ക്കുമ്പോൾ ഇച്ചിരി ലൂസായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. മധുരം ഇത് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർക്കണം. മധുരം കൂടുതലായിട്ട് വേണ്ടിയവരുണ്ട്, കൂടുതലായിട്ട് ചേർക്കണം. അപ്പോൾ നമുക്ക് ഈ 1 ഗ്ലാസ് അരിക്കുള്ള മധുരമാണ് ഞാനിപ്പോൾ ഈ 50 ഗ്രാം ശർക്കര ഉരുക്കിയത് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ ശർക്കര വട്ടയപ്പത്തിനുള്ള മാവ് നമ്മൾ അരച്ചു. ഇതുണ്ടോ, ഈ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുക്കണം, നല്ലപോലെ അരച്ചെടുക്കണം. ഇനി നമുക്കിത് ഒഴിച്ചൊരു 4 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുണ്ടായി വെന്ത് വരുമ്പോഴത്തേക്ക് ഇച്ചിരി കളറൊക്കെ ആയിക്കോളും. ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ. നമുക്ക് 1 പിഞ്ച് കൂടെ ചേർത്ത് വെക്കാം. അത്യാവശ്യം ആ മധുരത്തിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ ശർക്കര വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ന്യൂ ഇയറായിട്ട് സ്പെഷ്യലായിട്ട് നമ്മളൊന്നും ഉണ്ടാക്കിയില്ലാന്ന് മധുരം ഈ വർഷം നമുക്ക് മധുരത്തെ തുടങ്ങാം. അതുകൊണ്ട് ഞാനൊരു സ്പെഷ്യൽ ന്യൂ ഇയർ വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതെങ്ങനെ നമ്മൾ നമ്മുടെ വട്ടയപ്പത്തിന് അരച്ച് വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ശർക്കര വട്ടയപ്പം ഇതുകൊണ്ട് നല്ലപോലെ പുളിച്ച് നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നമ്മൾ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഒരു ചെറിയ പാത്രവും വെച്ച് നമുക്കിത് ഒഴിച്ചു കൊടുക്കും. ഇത് ഇളക്കും. ഈ വട്ടയപ്പം ഒരിക്കലും ഇങ്ങനെ നമ്മൾ തവി വെച്ചോ സ്പൂണ് വെച്ചോ ഒന്നും ഇളക്കരുത്. ഈ മേളിൽ നിന്നുള്ള ഈ പത മാത്രം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇതെങ്ങനെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിനകത്ത് ഒരു ചെറിയ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ തൂത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അതിൻ്റെ പത മാത്രം നമുക്കിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഞാൻ ഒറ്റ വട്ടയപ്പത്തിന് വെച്ചിട്ടുള്ളായിരുന്നേ. ഇനിയിപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് 5 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ വെന്തോന്ന് നോക്കാവേ. നമുക്കിതുപോലൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം.
ഇതുണ്ടോ, അതൊന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്കിത് വാങ്ങി വെക്കാവേ. ഇത് എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ നല്ല പഞ്ഞി പോലത്തെ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ ശർക്കര വട്ടയപ്പം റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പയ്യെ അരികൊക്കെ ഒന്ന് വെടുത്തി ഇങ്ങനെയൊന്ന് എടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് എടുക്കാവേ. നമുക്ക് പാത്രത്തിലേക്ക് ഇതുണ്ടോ, നല്ല പഞ്ഞി പോലത്തെ. ഞാൻ ഈ വലിയ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചുറ്റുപാത്രത്തിന് അടപ്പിനകത്താണ് ഉണ്ടാക്കിയത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പം പഞ്ചസാരയൊക്കെ കഴിക്കാൻ പറ്റിയല്ലാത്തവർക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര എടുക്കാവേ. നല്ല അടിപൊളി വട്ടയപ്പമാണ്. നമുക്ക് ഒത്തിരി ഞാൻ മധുരം ചേർത്തിട്ടില്ല, അതാണ് ഈ ഒരു കളറിൽ വന്നേക്കുന്നത്. നമ്മൾ പഞ്ചസാര ചേർത്തുണ്ടാക്കുമ്പോൾ നല്ല പ്യൂർ വൈറ്റ് വരികയല്ലേ. ഇതുണ്ടോ, ഒരു 4 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചതേ ഉള്ളൂ പുളിക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ നല്ല അടിപൊളി നമ്മുടെ ശർക്കര വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്, നല്ല സോഫ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞു പോവും. അപ്പം ന്യൂ ഇയറായിട്ട് നമ്മളും മധുരം കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പം അതുകൊണ്ട് ഇന്ന് ന്യൂ ഇയറിനായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ഈ വട്ടയപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണ്, എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒത്തിരി താമസമൊന്നുമില്ല. അരി അരച്ച് വെച്ചൊരു 4 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനകത്ത് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. ഇച്ചിരി തേങ്ങായും ഇച്ചിരി ശർക്കരയും 2 ഏലക്കായും ഒരു 1/4 സ്പൂൺ ജീരകമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ, നല്ല പഞ്ചസാര എന്ന വേഷം നമുക്ക് കഴിക്കണം. നല്ല അടിപൊളി വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ഈ വട്ടയപ്പത്തിന് ഇച്ചിരി കളറ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ള ശർക്കരയാണ് ഞാൻ ചേർത്തത്, കറുത്ത ശർക്കരയല്ല, വെള്ള ശർക്കരയാണ്. പിന്നെ നല്ല ആവശ്യത്തിനുള്ള മധുരമുണ്ട്, നല്ലതുമാണ്. അപ്പോൾ എല്ലാവരും പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ സ്നാക്സൊക്കെ കൊടുത്ത് വിടണമെങ്കിലോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. ഇതുകൊണ്ട് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പമാണ്. നല്ല ഇതുണ്ട്, സോഫ്റ്റാണ്. ഇതുണ്ടോ, പതാന്നിരിക്കും. ഇത് വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും, അത്രയും നല്ല വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പിന്നെ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ഈ ചാനൽ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തവരൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നാളെ തമ്പുരാൻ അനുവദിച്ചാൽ, ആയുസ്സും ആരോഗ്യം തമ്പുരാൻ തന്നാൽ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.